Praise the Lord. Hallelujah. Praise to Jesus. Thank you, Holy Spirit. Hallelujah. Hallelujah. കർത്താവിന് മഹത്വം മഹത്വം മഹത്വം. യേശുവിൻ്റെ രക്തത്താലിച്ച് ഹല്ലേലൂയ. സ്തോത്രമപ്പ ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രമപ്പ. യേശുവിൻ്റെ രക്തത്താലിച്ച്, യേശുവിൻ്റെ രക്തത്താലിച്ച്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തം ആവിയാനവരേ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം അപ്പ ജീസസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താലിച്ച് മറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം മഹത്വം മഹത്വം. യേശുവേ, അങ്ങയ്ക്ക് സ്തോത്രം അപ്പ, അങ്ങയ്ക്ക് സ്തോത്രം അപ്പ. ആവിയാനവരേ, അങ്ങയ്ക്ക് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. റോസ് ഫാമിലി FB പേജിൽ കർത്താവിൻ്റെ തിരുവചനമായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ലൈവിലായിരിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. റോസ് ഫാമിലിയുടെ വാട്സപ്പ് കൂട്ടായ്മ ആരംഭിച്ച് ഇന്ന് 12 വർഷം തികയും കൂടാണ്. അപ്പോൾ 12ാമത്തെ ആനുവൽ ഡേ സെലിബ്രേഷൻ കൂടെയാണ് ഇന്ന്. സോ ദൈവമായി കർത്താവ് നമ്മളെ എല്ലാവരും ഇത്രത്തോളം കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചല്ലോ. ദൈവത്തിന് നന്ദി പറയാൻ കൂടിയാണ് ഇന്ന് ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത് തന്നെ. അപ്പം അതിന് മുൻപായിട്ട് ഇത്രയും വർഷങ്ങൾ ഇസ്രായേൽ ജനം മരുഭൂമി വഴിയായി യാത്ര ചെയ്ത് വന്നപ്പോൾ അവർക്ക് ഒരുപാട് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് പോലെ ഞാൻ ഈ 12 വർഷം നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയെ വഹിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നപ്പോഴും അനേക പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെ തരണം ചെയ്താണ് കടന്നു വന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ പിൻപിലായിട്ട് കൃപ, ദൈവത്തിൻ്റെ കൃപ മാത്രമായിരുന്നു. ദൈവത്തിന് കൃപയില്ല എങ്കിൽ ഒന്നും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കത്തുമില്ല എന്നത് ഞാൻ ഓർമ്മിപ്പിക്കണം. അപ്പം ഞാൻ ഇതിന് ശേഷമായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കാം. ഒരു പാട്ടിൻ്റെ ഒരു ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാട്ട് പാടുമ്പോഴേക്കും വരാനുള്ളവരും കൂടെ വന്നോട്ടെ. സോ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നു ഞാൻ അഴിയില്ല, இன்னும் தோற்று போகில்ல, ஆனாலும் வாழ்கிறேன் ஏன் ஏன் ஏன். போராட்டங்கள் முடியல, பாடுகளும் தீரில்ல, ஆனாலும் இருக்கிறேனே ஏன் ஏன் ஏன். இன்னும் நான் அழியில்ல, இன்னும் தோற்று போகில்ல, ஆனாலும் வாழ்கிறேனே ஏன் ஏன் ஏன். போராட்டங்கள் முடியல, பாடுகளும் தீரில்ல, ஆனாலும் இருக்கிறேனே ஏன் ஏன் ஏன். கிருபை 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 கிருபை, எல்லாம் கிருபை 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 கிருபை. கிருபை 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 கிருபை, எல்லாம் கிருபை 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 கிருபை. படிக்கல, உயரல, பட்டதாரியாகில்ல, ஆனாலும் வாழ்கிறேனே ஏன் ஏன் ஏன். நிற்கிறேன், நிர்மூலமாகாமல் இருக்கிறேன், ஆனாலும் நிற்கிறேனே ஏன் ஏன் ஏன். படிக்கல, உயரல, பட்டதாரியாகில்ல, ஆனாலும் வாழ்கிறேனே ஏன் ஏன் ஏன். நிற்கிறேன், நிர்மூலம் ஆகாமலே இருக்கிறேன், ஆனாலும் நிற்கிறேனே ஏன் ஏன் ஏன். கிருபை 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 கிருபை, எல்லாம் கிருபை 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 கிருபை. கிருபை 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 கிருபை, எல்லாம் கிருபை 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 கிருபை. அற்புதங்கள் நடக்குது, அதிசயங்கள் நடக்குது, வியாதியெல்லாம் மாறினது ஏன் ஏன் ஏன். ஸ்வாபமெல்லாம் மறைந்தது, சாபமெல்லாம் உணர்ந்தது, பரிசுத்தமாய் மாறினது ஏன் ஏன் ஏன். கிருபை 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 கிருபை, எல்லாம் கிருபை 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 கிருபை.
கிருபை 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 கிருபே எல்லாம் கிருபை கிருபை கிருபே கிருபே நான் இல்லை என் மேலே என் காலமெல்லாம் எல்லாம் கிருபே கிருபை 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 கிருபே எல்லாம் கிருபை கிருபை கிருபே கிருபே கிருபை 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 கிருபே எல்லாம் கிருபை கிருபை கிருபே கிருபே கிருபை 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 கிருபே എല്ലാം കിരുബൈ 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 കിരുബേ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അപ്പ ഈ വൈകിയ വേളയിൽ തിരുവചനവുമായി അല്പനിമിഷം അങ്ങയുടെ പൊന്നുപാദപീഠത്തിലേക്ക് അടിയങ്ങൾ താണിരിക്കുകയാണ് കർത്താവേ. ഇന്ന് കർത്താവേ, റോസ് ഫാമിലി വാട്സപ്പ് കൂട്ടായ്മയുടെ 12 വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പച്ച. കഴിഞ്ഞ 12 വർഷക്കാലം അപ്പച്ചൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ മാനിച്ചു, അനേകം ആത്മാക്കളെ നേടുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനായി പ്രത്യേകം പ്രാർത്ഥിക്കും. ദൈവപ്രവൃത്തിക്കായി താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവർക്കായി സ്തുതിക്കുന്നു കർത്താവേ. അപ്പ ഞങ്ങളുടെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് സുവിശേഷം എത്തിക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു. അടിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു പിതാവേ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഒരുപാട് നാളായി ഞാൻ റോസ് ഫാമിലിയുടെ FB പേജിൽ ലൈവായി ഞാൻ വന്നിട്ട് തന്നെ. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു നല്ല അവസരം ദൈവം ഒരുക്കി തന്നു. ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ஆண்டவரின் രക്ഷകനുമാകിய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். பிரியமானவர்களே, ரோஸ் ஃபேமிலி வாட்ஸ்அப் பிரேயர் குரூப்பினுடைய 12வது ஆனுவல் டே செலிப்ரேஷன் இன்றைக்கு நாம் கொண்டாடி வருகிறோம். பிரியமானவர்களே, கடந்த 12 வருஷமாக தேவனாகி கர்த்தர் நம்மோடு கூட இருந்தார். அவர் எவ்வளவு அற்புதமாக நம்மளை வழி நடத்தினார். அநேகம் ஆத்துமாக்களை நேடும்படியாக கர்த்தர் பெரிய அற்புதங்களை செய்தார் அல்லவா? நிச்சயமாகவே அவர் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, இன்றைய தினம் ஒரு சில காரியங்களை நான் உங்களுடன் பகிர்ந்து கொள்ள விரும்புகிறேன். ஆறுங்கள், ஒன்று சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் അൻപോട് അழைக்கிறேൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞുവല്ലോ 12 വർഷമായിട്ട് നമ്മുടെ റോസ് ഫാമിലിയുടെ പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ച് ഇന്ന് 12 വർഷം തികയും കൂടാണ്. പ്രിയ ദൈവമക്കളെ, അതിന്റെ ഒരു ചെറിയൊരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതിനുശേഷമായി ഒരു ചെറിയൊരു ഷോർട്ട് മെസ്സേജ് നൽകി ഞാൻ എന്റെ കൃത്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചു മാനിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഏതാണ്ട് ഒരു 3-4 പേരോടുകൂടെ ചേർന്ന് ഞാൻ ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ എനിക്ക് അപ്പോഴൊന്നും ഒരു പ്രയർ ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. സത്യത്തിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ചേർന്നാണ്, കുറെ ഫ്രണ്ട്സിനെ ഞാൻ ആഡ് ചെയ്തു, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെങ്കിൽ അത് 10ആയി 20ആയി. അതിനേക്കാൾ കൂടുതലാകുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നുകൂടിയ ഒരു കാര്യം, അതൊരു പ്രയർ ഗ്രൂപ്പ് ആക്കിയാൽ എന്താ? ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു പേരും ഒക്കെ നിർദ്ദേശിച്ച് റോസ് ഗ്രൂപ്പ് എന്ന് ഞാൻ അതിന് പേര് നിർദ്ദേശിക്കുകയുണ്ടായി. പ്രിയ ദൈവമക്കളെ, അത് 30ആയി 60ലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ അതിനെ പ്രയർ ഗ്രൂപ്പ് ആക്കി മാറ്റി. പ്രാർത്ഥനയോടുകൂടെ തന്നെ പ്രയർ ഗ്രൂപ്പ് ആക്കി. പ്രിയ ദൈവമക്കളെ, ഞാൻ ആഡ് ചെയ്തത് കുറെ തമിഴ് സഹോദരങ്ങളെ, തെലുങ്ക്, കന്നഡം, അതുപോലെ തന്നെ ഹിന്ദി, ഇംഗ്ലീഷ്, അനദർ ലാംഗ്വേജസ് സംസാരിക്കുന്നതായ കുറെ സഹോദരങ്ങൾ എന്നോടൊപ്പം ഈ ഗ്രൂപ്പിലേക്ക് വരികയുണ്ടായി. പ്രിയ ദൈവമക്കളെ, ഇപ്പോഴും റോസ് ഫാമിലിയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ മലയാളീസ് മാത്രമല്ല, മറ്റു ഭാഷകൾ സംസാരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ പ്രയർ ഗ്രൂപ്പിനെ 60-70ലേക്കൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി, ഈ ഗ്രൂപ്പിന് ഒരു നല്ല ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ
അതിന് തന്നെ കുറെ അഡ്മിന്മാരെ ഞാൻ ആഡ് ചെയ്തു പ്രിയ ദൈവമക്കളെ. എന്നിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് തമിഴിലും കന്നഡത്തിലും മലയാളത്തിലും ഞാൻ അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ അത് ടൈപ്പ് ചെയ്തു പ്രിയ ദൈവമക്കളെ. അത് ഇന്നും എന്റെ അഡ്മിന്മാർ വളരെ കൃത്യതയോടുകൂടെ തന്നെ എല്ലാ ദിവസവും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ അവർ ആ പ്രയർ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് എന്നത് ഞാൻ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് പ്രിയ ദൈവമക്കളെ. അതുപോലെ തന്നെ അത്രയും മെമ്പേഴ്സ് 80 അത് 100 120 ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ഞാനത് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പ് ആക്കണമെന്ന് വിചാരിച്ച് കർത്താവിൽ ആശ്രയിച്ച് ഞാനത് തമിഴിൽ കുറെ നാൾ ഓൺലൈൻ ചെയ്യാൻ തുടങ്ങി. പിന്നീട് മലയാളത്തിലേക്കും ഞാൻ ഓൺലൈൻ ചെയ്തു. അങ്ങനെ ആഴ്ചയിൽ മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് ഓൺലൈൻ പ്രയർ ഞങ്ങൾ അങ്ങനെ ചെയ്തു വന്നു പ്രിയ ദൈവമക്കളെ. അതിനുശേഷമായിട്ട് ഞങ്ങൾ വിചാരിച്ചു അനേക രോഗികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു സമയം ഞങ്ങൾ കണ്ടെത്തി. പ്രിയ സഹോദരങ്ങളെ, ആഴ്ചയിൽ ഒരു ദിവസം വ്യാധിസ്ഥർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രയർ ഞങ്ങൾ ആരംഭിച്ചു. അതുപോലെ തന്നെ ഒരുപാട് മെമ്പേഴ്സ് പാടുന്നവരുണ്ട്, പാട്ട് പാടുവാൻ അവർക്കും ഒരു അവസരം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ദിവസം സംഗീത വിരുന്നിന് വേണ്ടി സമയങ്ങൾ വേർതിരിച്ചു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ച മറ്റൊരു കാര്യം കൂടെ, ഗ്രൂപ്പിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയും അനേകർ വചനം വായിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു അവർക്ക് ബൈബിൾ ക്വിസ് ആവശ്യമാണ്. ബൈബിൾ വായിക്കുവാനും ആ അതായിട്ട് ബൈബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകൾക്ക് അവർക്ക് ആൻസർ കണ്ടെത്തുവാനായിട്ടും ഒക്കെയുള്ള അവസരം കൊടുക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ അത് മനോഹരമായിട്ട് ബൈബിൾ ക്വിസ് ചെയ്യുവാനായിട്ട് തുടങ്ങി. അതിപ്പോഴും എല്ലാ ആഴ്ചയിലും അത് നടന്നു വരുന്നു എന്നതും അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് പ്രിയ ദൈവമക്കളെ. അതേപോലെ എല്ലാ ദിവസവും ഞങ്ങൾ തമിഴിലെ ഒരു ഫാമിലിക്കും മലയാളത്തിലെ 2 ഫാമിലിക്കും ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വിഷയം ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. അത് മാത്രമല്ല പ്രിയരെ, കർത്താവ് എന്റെ കരങ്ങളിലേക്ക് തന്നത് ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. എന്നാൽ ഞാൻ അതിനെ ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ വലിപ്പം കൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് കൂടെ ഞങ്ങൾക്ക് അത് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു എന്നത് ഇന്ന് ഇത്തരണത്തിൽ ഞാൻ പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 2 വാട്സപ്പ് കൂട്ടായ്മ, ഓൺലൈനുള്ള 2 പ്രയർ ഗ്രൂപ്പ് ഞങ്ങൾ അത് ചെയ്തു വരികയാണ് ദൈവമക്കളെ. 2 ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ട് എന്നതും അനേക ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നു. ഞാൻ എന്റെ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നും പറയുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം എന്നെ കൊണ്ട് ഇതൊക്കെ എനിക്ക് ഒരു കഴിവുള്ള ഒരു വ്യക്തിയെന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയില്ല. എന്നാൽ കർത്താവ് എന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഇത്രത്തോളം കർത്താവ് നടത്തി കൊണ്ടുവന്ന വിധങ്ങൾ ഓർത്താൽ ദൈവത്തിന് ഇന്ന് മുഴുവൻ നന്ദി പറഞ്ഞാലും തീരത്തില്ല എന്നതാണ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഈ ഗ്രൂപ്പിന് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന ഞങ്ങൾ ആ ഗ്രൂപ്പിന് പേര് മാറ്റി. എന്നാൽ റോസ് ഫാമിലി എന്നിട്ടപ്പോൾ തന്നെ ഒരു ദൈവദാസൻ എന്നോട് ഇങ്ങനെ നേരിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതെന്താ റോസ് ഫാമിലി എന്നിട്ട് അത് റോസ്ലിൻ സുരേഷിന്റെ ആയതുകൊണ്ടാണോ എന്ന് എന്നോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹം എന്നോട് പേര് മാറ്റാൻ പറഞ്ഞു. പേര് മാറ്റിയില്ലെങ്കിൽ ഈ ഗ്രൂപ്പ് തകർന്നു പോകുന്നൊക്കെ എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ ആരുടെയും വാക്കുകൾ കേട്ട് അങ്ങനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. കാരണം എന്റെ മുൻപിൽ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമാണ്. എന്റെ കർത്താവിന്റെ കൃപയില്ലെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു റോസ് ഫാമിലി എന്നല്ലാതെ ഞാൻ മറ്റൊരു പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു ദൈവദാസൻ തന്നെയാണ്. ഞാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല. കർത്താവ് അത് അറിഞ്ഞു തന്നെയാണ്. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അനേക ദൈവദാസന്മാരെ കൊണ്ട് പ്രതിഷ്ഠ ചെയ്ത ഒരു ഭവനത്തിന് പ്രതിഷ്ഠ ചെയ്യുന്നത് പോലെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ദൈവദാസന്മാരെ കൊണ്ട് ഞാൻ പ്രാർത്ഥിപ്പിച്ച് ഞാൻ ഓപ്പൺ ചെയ്ത ഒരു പ്രയർ ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ പ്രയർ ഗ്രൂപ്പ് ഇത്രത്തോളം ദൈവം നടത്തിയെങ്കിൽ നിശ്ചയമായും അതിന്റെ പേര് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഇന്നും അത് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന് തന്നെ എനിക്ക് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അത് മാത്രമാണോ കർത്താവ് തന്നത്? അതിനുശേഷമായിട്ട് റോസ് ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ, 2 യൂട്യൂബ് ചാനൽ കർത്താവ് നമുക്ക് ദാനമായി തന്നു. അതുപോലെ തന്നെ നമുക്ക് റോസ് ഫാമിലിയുടെ ഇൻസ്റ്റഗ്രാം കർത്താവ് നമുക്ക് ദാനമായി തന്നു. അതുപോലെ തന്നെ റോസ് ഫാമിലിയുടെ FB പേജ് കർത്താവ് നമുക്ക് ദാനമായി തന്നു. റോസ് ഫാമിലിയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പും റോസ് ഫാമിലിയുടെ പ്രയർ ഗ്രൂപ്പ്, ഇങ്ങനെ
റോസ് ഫാമിലി, അതായത് എഫിൽ തന്നെ 2 ഗ്രൂപ്പുകളെ ദൈവം നമുക്ക് ദാനമായി തന്നു. ഇവിടെയൊക്കെ അനേക ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ അനേക ദൈവദാസന്മാരെ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ദൈവജനം ഇരിക്കുന്ന ഇടത്ത് എല്ലാവരും വലതുകരത്തെ ഉയർത്തി ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇത് ദൈവത്തിന്റെ കൃപയാ പ്രിയരെ. എത്രയോ ഗ്രൂപ്പുകൾ തകർന്ന് തരിപ്പണമാകുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനേക പ്രയർ ഗ്രൂപ്പുകളിൽ ചാറ്റിങ്, വീഡിയോ കോള്, മോശമായ വാക്കുകൾ സംസാരിക്കുക, ഇൻബോക്സിൽ പോയി സംസാരിക്കുക, എന്തൊക്കെയോ. ഞാനത് പറയാൻ ഞാനത് പറയുന്നില്ല. കാരണം അത്രമാത്രം മോശമായ രീതിയിലൂടെയൊക്കെ കൈകാര്യം ചെയ്യുന്ന എത്രയോ ഗ്രൂപ്പുകളുണ്ട്. 12 വർഷം ദൈവം നമ്മളെ പോറ്റി പുലർത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപയല്ലേ, ദൈവത്തിന്റെ സാന്നിധ്യമല്ലേ? അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം നമ്മുടെ റോസ് ഫാമിലിയുടെ വാട്സപ്പ് കൂട്ടായ്മയെ ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതം ചെയ്ത ഒരു ഗ്രൂപ്പായത്. അനേകർ ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ അനേക ഇടങ്ങളിൽ നിന്ന് നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ വരുന്ന ഒരു ഗ്രൂപ്പാണ്. അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അനേകർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചു മാനിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പായത്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇതായിരിക്കുന്ന ദൈവജനം ഇരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മറന്നു പോകരുതേ എന്ന് ഞാൻ ഉറപ്പിക്കാം. പ്രിയ ദൈവജനമേ, ആകയാൽ നമുക്ക് ഒരു നിമിഷം ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ 12 വർഷം കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ, അനേകരുടെ വേദനകൾ, ദുഃഖങ്ങൾ, അവരുടെ കണ്ണീരുകൾ ഒക്കെ കാണുമ്പോൾ അവർക്ക് വേണ്ടി നിലവിളിക്കുവാൻ ദൈവം എന്നെയും എന്റെ അഡ്മിന്മാരെയും എന്റെ സഹോദരങ്ങളെയും ഇടയാക്കിയല്ലോ. ഞങ്ങളുടെ ആരുടെയും പുകഴ്ചയോ മിടുക്കോ കഴിവോ അന്തസ്തോ അഭിമാനമോ ഒന്നുമല്ല പച്ച. പിന്നെയോ കാൽവരി ക്രൂശിലെ മഹാകൃപ, കർത്താവിന്റെ കരുണ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളപ്പ. ഇത്രത്തോളം ഞങ്ങളുടെ ഗ്രൂപ്പിനെ നടത്തിക്കൊണ്ടുവന്നു. ഗ്രൂപ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അഡ്മിന്മാർ, കുടുംബങ്ങൾ, മെമ്പേഴ്സ് കുടുംബങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്നേഹിതരായി, പ്രിയപ്പെട്ടവരായി, ചാർച്ചക്കാരായി, ഞങ്ങളുടെ ബന്ധുമിത്രാദികളായി എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശനിവാസികൾക്കായി സ്തോത്രം. ഗ്രൂപ്പിലെ പ്രോഗ്രാമുകൾ കാണാൻ വരുന്ന സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ വരവോളം വിശ്വസ്തരായി നിലകൊള്ളുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിച്ചാട്ടെ. അവിടുത്തെ ആണിപ്പഴുതേറ്റക്കാരം കർത്താവ് നീട്ടി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ടെ സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നിമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഞാൻ ഒരല്പ നിമിഷം ഒരു ചെറിയൊരു ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആ മെസ്സേജിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ, ക്രൈസ്തവരും അക്രൈസ്തവരും യേശുവിന്റെ പിറന്നാൾ ആഘോഷത്തിലാണ്. ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്നവർ പോലും സ്റ്റാറും ഒക്കെ ഇട്ട് ഭയങ്കര സെലിബ്രേഷനില്ല. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം എപ്രകാരമായിരിക്കണമെന്നത് ഈ മെസ്സേജിലൂടെ നിങ്ങൾക്ക് അവസാനം വരെ നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിയ ദൈവജനമേ, അപ്പോൾ പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ട്. എന്നാൽ ഞാൻ അതിനൊക്കെ മറുപടിയുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പ്രിയ ദൈവ പൈതലെ, ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നക്ഷത്രം കെട്ടിത്തൂക്കിയും പടക്കം പൊട്ടിച്ചു, പുതുവസ്ത്രങ്ങൾ അണിഞ്ഞു, കേക്കുകൾ മുറിച്ചു, എല്ലാവരും ആഘോഷിക്കുകയാണ്. ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ള സകല മനുഷ്യരും ഇപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിലാണ്. പ്രിയ ദൈവമക്കളെ, മറ്റൊരു പ്രത്യേകതയും കൂടെ പറയുവാനുള്ളത്, അതായത് അക്രൈസ്തവരായിട്ടുള്ളവരുടെ വീടിന്റെ മുൻപിൽ പോലും നക്ഷത്രം കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം തൃശ്ശൂരിലൂടെ ഞാൻ പോകുമ്പോൾ, ഞാൻ ബസ്സിൽ പോകുമ്പോൾ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു 2 നില കെട്ടിടമാണ്. അതിന്റെ 4 സൈഡിലും നക്ഷത്രങ്ങൾ അങ്ങനെ അലങ്കരിച്ചിരിക്കുക. നക്ഷത്രം തന്നെ
സ്റ്റാർ തന്നെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ്, സത്യം പറഞ്ഞാൽ അത് കാണേണ്ട കാഴ്ചയായിട്ട് തോന്നി. അങ്ങനെ ഇപ്പോൾ പലരും സ്റ്റാർ ഇട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയും കൂടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് 2025 വർഷങ്ങൾക്ക് മുൻപ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ യഹൂദ്യയിലെ ബേത്ലഹേമിൽ മനുഷ്യ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പെടുമാറ് ലോകത്തിന്റെ രക്ഷിതാവാകുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മനുഷ്യപുത്രനായി ജന്മമെടുത്തു. പ്രിയ ദൈവമക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ൽ ഇങ്ങനെ പറയുന്നു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. തമിഴ് ബൈബിൾ இப்படித்தான் சொல்லப்படுகிறது: നമുക്കൊരു ബാലകൻ പിറந்தார், നമുക്കൊരു കുമാരൻ കൊടുക്കപ്പെട്ടാർ, കർത്തൃത്വം അവർ തോളിന്മേൽ ഇരിക്കും, അവർ നാമം അതിശയമാനവർ, ആലോചനകർത്ത, വല്ലമയുള്ള ദേവൻ, നിത്യപിതാ, സമാധാന പ്രഭു എന്നപ്പെടും. പ്രിയരെ, ജനനം കൊണ്ടും മരണം കൊണ്ടും ചരിത്രം സൃഷ്ടിച്ചവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജനനം കൊണ്ടും മരണം കൊണ്ടും ചരിത്രം സൃഷ്ടിച്ച ഒരേ ഒരാളുടെ പേര് പറഞ്ഞാൽ അത് കർത്താവിന്റെ പേര് മാത്രമാണ്. യേശു എന്ന് പറയാൻ കഴിയും. പ്രിയ ദൈവ പൈതലെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. യേശു കർത്താവ്, യേശു ഡിസംബർ 25-നാണോ ജനിച്ചത്? അല്ല, നിശ്ചയമായിട്ടും അല്ല. എന്നാൽ യേശുവിന്റെ ജനനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുകയാണ്. പ്രിയ ദൈവ പൈതലെ, എന്തിനു വേണ്ടിയാണ് യേശു ജനിച്ചത്? യേശു എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? ചിലർ പറയാറുണ്ട്, യേശു ദൈവമാണെങ്കിൽ പിന്നെ എന്തേ അവനെ തന്നെ രക്ഷിക്കാത്തത് എന്ന്. പ്രിയ ദൈവ പൈതലെ, വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ സർവശക്തനായ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഏദൻ പൂങ്കാവനത്തിൽ ഇവർ വസിച്ചു വരുമ്പോൾ ദൈവം ആദമിനോട്, ആദം അതായത് എന്താ പറഞ്ഞെന്നറിയാമോ? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത് എന്ന് ദൈവം ആദമിനോട് പറഞ്ഞു. ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലെ, സകലത്തിന്മേലും വാഴുവാനും ദൈവം തന്റെ മനുഷ്യന് അധികാരം നൽകി സൃഷ്ടിച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. എന്നാൽ മനുഷ്യനോ പാപം ചെയ്ത് അധികാരവും തേജസ്സും അഭിഷേകവും ദൈവം നൽകിയിരുന്ന സകല മഹിമകളും നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അവർ അകലപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് അവർ അകലപ്പെട്ടു പോയി. പ്രിയ ദൈവ പൈതലെ, മാനവരാശിയെ ദൈവം രക്ഷിക്കുവാനാണ്, മാനവരാശിയെ ആ പാപത്തിൽ നിന്ന് വിടുതൽ ചെയ്യുവാനാണ് കർത്താവ് പ്ലാൻ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരികയാണ്, ഒരു സ്ത്രീയുടെ സന്തതിയായി ജനിക്കുക എന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ
ഇങ്ങനെ പറയുന്നു. തീത്തോസിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പ്രിയരെ, ഈ ലോകത്തിന് വെളിച്ചം നൽകുവാൻ സൃഷ്ടിപരമായി 4-ാം ദിവസം ആകാശ മേഘങ്ങളിൽ ഭൗതിക സൂര്യനെ ദൈവം നിയമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദാം മുതൽ 4-ാം ദിവസമാകുന്ന 4000 വർഷമായപ്പോൾ ദൈവസഭയ്ക്കും തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും പ്രകാശം നൽകുവാൻ യഹൂദിലെ ബേത്ലഹേമിൽ അഖിലാണ്ടത്തിന്റെ നിർമ്മിതാവും മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ മശിഹാ തമ്പുരാൻ കന്യക മറിയയിൽ ജാതനായി എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, സുവിശേഷ ഭാഗങ്ങളിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് അന്വേഷിച്ചും കൊണ്ട് നമുക്കറിയാം, കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി എന്നാണ് നാം പുസ്തകത്തിൽ വായിക്കുന്നത്. പ്രിയ ദൈവജനമേ, ഇവർ കിഴക്ക് കണ്ട ആ നക്ഷത്രത്തെ അടയാളമായി കണ്ടുകൊണ്ട് വന്നവർ എങ്ങോട്ടാ പോയതെന്നറിയാമോ? നേരെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്, ഹേരോദാവിന്റെ ആ കൊട്ടാരത്തിലേക്കാണ് അവർ കടന്നു പോയത്. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അവർ തേടുകയാണ്. വിദ്വാൻമാർ എന്ത് ചെയ്യുകയാണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ തേടുകയാണ്. ഹേരോദാവ് രാജാവ് ശാസ്ത്രിമാരോട് ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. യഹൂദിലെ ബേത്ലഹേമിൽ തന്നെ എന്ന് അവർ മറുപടി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഹേരോദാവ് അവരോടൊരു കാര്യം കൂടെ പറഞ്ഞു: എനിക്കും ആ രാജാവിനെ ഒന്ന് വണങ്ങണം, അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇതുവഴി വരണേ എന്ന് പറഞ്ഞാ വിട്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ഇന്നത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ലോക കള്ളുഷാപ്പിന്റെയും മറ്റും മുൻപിൽ നക്ഷത്രം കെട്ടി തൂക്കിക്കൊണ്ടും യേശുവിനെ തിരയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ജനത്തിന് ഹല്ലേലൂയ എവിടെയൊക്കെയാണ് നക്ഷത്രം കെട്ടിത്തൂക്കേണ്ടെന്ന് ഒന്നും അറിയില്ല, തലയ്ക്ക് വെളിവില്ല. എവിടെയൊക്കെ കെട്ടിത്തൂക്കാൻ കഴിയും അവിടെ എല്ലാം കെട്ടിത്തൂക്കിയിടുകയാണ്. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ ദൈവ പൈതലേ, ജന്മം കൊണ്ട് മന്ത്രിയാ നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജന്മം കൊണ്ട് മന്ത്രിയും രാജാവുമായി പിറന്നവനാ നമ്മുടെ കർത്താവ്. ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നസ്രനായ യേശു അല്ലാതെ പ്രിയരെ മറ്റാരും തന്നെ അല്ല. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് വണ്ടർഫുൾ കൗൺസിലർ. ഹല്ലേലൂയ. തലമുറകൾക്ക് മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ കടന്നുകൂടിയ ഒരു കാര്യം വളരെ വേദനയോട് നിങ്ങളെ ഞാൻ അറിയിക്കാം. പ്രിയ ദൈവമക്കളെ, പലരും ക്രിസ്മസിന്റെ ആഘോഷത്തിലാണ്. എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് ഒന്നും അവർക്കറിയേണ്ട കാര്യമില്ല. 4 പേർക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തിട്ട്, കുറച്ചു പേർക്ക് കുറെ ഡ്രസ്സും ഒക്കെ എടുത്തു കൊടുത്ത് കേക്കും ഒക്കെ മുറിച്ചിട്ട് അവർക്ക് അങ്ങ് കൊടുത്ത് അവരെ അങ്ങ് വിടുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം ഓർഡർ ആണല്ലോ, ആരും വീടുകളിൽ ഒന്നും തന്നെ ഫുഡ് ഒന്നും ചെയ്യാറില്ല. ഓർഡർ കൊടുത്താൽ ഓൺലൈനിൽ കിട്ടും, എല്ലാം കിട്ടും. അതുകൊണ്ട് അങ്ങനെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന കുഞ്ഞെ, സഹോദര, സഹോദരി, എന്താണ് ക്രിസ്മസ്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ കഴിച്ചിട്ട് അവരങ്ങ് പോകും കേട്ടോ. എന്നാൽ നീ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നീ ആഘോഷിക്കുന്ന നിന്റെ ക്രിസ്മസ്, നിന്റെ ഹൃദയത്തിനുള്ളിൽ യേശു പിറന്നിട്ടുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നീ ശോധന കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ആ ബിരിയാണി കൊടുക്കുമ്പോഴേ അതിനു മുൻപായിട്ട് നിനക്ക് പറയാൻ കഴിയും, ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് യഹൂദിലെ ബേത്ലഹേമിൽ നിന്റെയും എന്റെയും പാപത്തിന് പരിഹാരമായി നാസറനായ യേശു ഈ ഭൂമിയിലേക്ക് ഒരു സ്ത്രീയിൽ ജാതനായി എന്ന് പറയില്ലേ? പറയാൻ പറ്റില്ലേ? ബിരിയാണി മാത്രം കൊടുത്താൽ പോരാ, വസ്ത്രങ്ങൾ മാത്രം വാങ്ങിക്കൊടുത്താൽ പോരാ, കേക്ക് മാത്രം വാങ്ങിക്കൊടുത്താൽ പോരാ.
നിന്റെ നിന്റെ ഹൃദയത്തിനകത്ത് യേശു ജനിക്കണം കുഞ്ഞെ. നിന്റെ ഹൃദയത്തിനകത്ത് സഹോദരി യേശു പിറക്കണം. ഹല്ലേലൂയ സഹോദര, നിന്റെ ഹൃദയത്തിനകത്ത് യേശു പിറന്നെങ്കിൽ മാത്രമേ, യേശു ജനിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറെ ചെലവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ചെലവാ, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവത്തില്ല. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, യേശു ദൈവപുത്രൻ എന്ന നിലയിൽ 33.5 തിരുവയസ്സ് വരെയിലും യെരുശലേമിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് മൂപ്പന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും കയ്യാൽ പരിഹാസങ്ങളും നിന്ദകളും ചാട്ടവാറുകൊണ്ടുള്ള അടികളും എന്ന് വേണ്ട അനവധി പീഡനങ്ങൾ സഹിച്ച് ഗോൽഗോഥയുടെ മുകളിലേക്ക് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. കാൽവറിയുടെ ഉന്നതങ്ങളിൽ നിഷ്ഠൂരരും നികൃഷ്ടരുമായ 2 കള്ളന്മാരുടെ നടുവിൽ പ്രിയരെ പാവനവും പരിശുദ്ധനുമായ ആയിരിക്കുന്ന ലോക രക്ഷിതാവിനെ പ്രൈസ് ദി ലോർഡ് കാരിരും പാണികളാൽ അവർ തറച്ചു. പ്രിയരെ, ശലോമോൻ ഇങ്ങനെ പറയുന്നു, അതിർത്തി വെക്കുന്ന സ്ഥലത്ത് ഒതുങ്ങാത്തവനുമായ ദൈവം എന്നാണ് കർത്താവിനെ വിശേഷിപ്പിക്കുന്നത്. യോഹന്നാൻ 1:1 ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 2:14 പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, യേശു 33.5 വർഷത്തിനുള്ളിൽ അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഭൂതഗ്രസ്തർക്ക് വിടുതൽ നൽകി, കുരുടർക്ക് കാഴ്ച നൽകി, മരിച്ചവരെ കർത്താവ് ഉയർപ്പിച്ചു. താൻ ദൈവം മനുഷ്യനുമായി എന്ന ലോകത്തെ കർത്താവ് അറിയിച്ചിരുന്നു എന്ന സത്യം മറന്നു പോകരുത്. ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് കാൽവറിയുടെ ഉന്നതങ്ങളിൽ 2 കള്ളന്മാരുടെ മധ്യത്തിലെ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ കർത്താവ് കൈകാലികളെ വിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അരിമത്യയിലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെടുകയും കർത്താവ് ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെടുകയും പ്രൈസ് ദി ലോർഡ് അന്നത്തെ അധികാരിയായിരുന്ന ഹല്ലേലൂയ അന്നത്തെ അധികാരികളുടെ ശക്തിയെ ക്ഷയിപ്പിച്ചും കൊണ്ട്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ, പാതാളത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഹല്ലേലൂയ 3-ാം നാൾ കല്ലറകളെ തകർത്ത് ഉയർത്തെഴുന്നേൽക്കുകയും പ്രിയരെ മരണാനന്തരം 40 നാൾ 40 ഡേയ്സ് തന്റെ ശിഷ്യഗണങ്ങളോട് ഒരുമിച്ച് കർത്താവ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, അനേകം മഹാന്മാരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഭൂലോകത്തിന്റെ മധ്യത്തിലായി ഒരേ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. പ്രിയരെ, അത് എന്റെ നസ്രനായ യേശുവിന്റെ കല്ലറയാ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആകയാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചു. പ്രിയ ദൈവ പൈതലേ, ഒരിക്കലായി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ജനനവും മരണവും രണ്ടാമതായി ഇല്ല. പ്രൈസ് ദി ലോർഡ്. ജനനവും മരണവും രണ്ടാമതായില്ല. ഒരിക്കലായി യേശു ജനിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഒരിക്കലായി സ്വർഗാരോഹണം ചെയ്തു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ,
നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ഇപ്പോൾ കർത്താവ് സ്വർഗത്തിലേക്ക് പോയി. കർത്താവ് ഒരു വാസസ്ഥലത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പരിശുദ്ധൻ പരിശുദ്ധവാൻകളെ, അല്ലെങ്കിൽ കർത്താവിന്റെ ആ നാമത്തിൽ അത് ജീവിക്കുന്ന, കർത്താവിന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന തന്റെ മക്കളെ ചേർത്ത് കൊണ്ടുപോകാനായിട്ട് കർത്താവ് വീണ്ടും വരും. ഈ തരുണത്തിൽ വർഷാവർഷം സ്റ്റാർ കെട്ടിത്തൂക്കിയും ഞങ്ങളങ്ങനെ ഒരു സ്റ്റാർ ഇടുന്നല്ലേ ഉള്ളൂ, അത് വലിയ കുറ്റമാണോ? അത് വലിയ തെറ്റാണോ? ഉണ്ണി യേശുവായിട്ട് നിന്റെ കർത്താവിനെ നിനക്ക് കാണാൻ സഹോദരി എങ്ങനെ തോന്നുന്നു? എന്റെ കർത്താവ് രാജാവായി വരാൻ പോകുക. ഓ ജീസസ്, ഹല്ലേലൂയ. എന്റെ കർത്താവ് ഉണ്ണി യേശു അല്ല. എന്റെ കർത്താവ് വർഷം ജനിക്കുന്നില്ല പ്രിയരെ. ഹല്ലേലൂയ. എന്റെ കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോകാൻ വരാൻ പോകുകയാ. രാജാവായിട്ട് വരാൻ പോകുന്ന കർത്താവിന്റെ ജാതകം എഴുതാൻ നടക്കുന്നത് എന്തിനാ? എനിക്കത് അറിയാൻ പറ്റാത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 24 മണിക്കൂർ എന്റെ കർത്താവ് ഒരു ദിവസത്തിൽ നിനക്ക് തരുന്നില്ലേ സഹോദര, സഹോദരി? ഒരു മിനിറ്റെങ്കിലും എന്റെ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അതാണ് സുവിശേഷം. നിന്റെ ഹൃദയത്തിനുള്ളിൽ യേശു പിറന്നു കഴിഞ്ഞാൽ നിനക്ക് എന്നും ക്രിസ്മസാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് വർഷത്തിലൊരിക്കൽ ക്രിസ്മസിന്റെ പൂവും അതിന്റെ കായും അതിന്റെ സ്റ്റാറും അതിന്റെ കുറെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഒക്കെ ഇട്ട് ജാതികളെ പോലെ നീ എന്തിനാ ഇങ്ങനെ പ്രകടമാക്കുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ ജീവിതത്തിനകത്തൊരു വേർപാട് വേണ്ടേ? വിശുദ്ധി വേണ്ടേ? ദൈവ പൈതലേ, കർത്താവ് വരാറായി. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഈ സമയത്ത് ഒരു കുട്ടി യേശുവായിട്ട് യേശുവിനെ ഇങ്ങനെ രാരിരാരം പാടാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തു പോകുന്നത്, എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ സാക്ഷി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ ഡാഡി ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു. ഓണമൊക്കെ വരുന്ന ദിവസം സത്യം പറയട്ടെ, ഒരു നല്ല കറി പോലും വീട്ടിൽ കാണത്തില്ല, തരത്തില്ല കേട്ടോ, ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് വീട്ടിൽ അങ്ങനെ ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓണം വരുമ്പോ എല്ലാ വീട്ടിലും ഓണം വരുമ്പോ വലിയ ഊഞ്ഞാലിനും നേരം വെളുക്കുന്നവരെ ആഹാരം ഇങ്ങനെ പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ വാരി വിതറി കൊടുക്കാറുണ്ടല്ലേ. പക്ഷേ അന്നേ ദിവസം ഞങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെയാ ഹല്ലേലൂയ ജീവിതത്തിൽ പ്രിയ ദൈവ പൈതലേ, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന കുഞ്ഞെ, ജീവിതത്തിനകത്തൊരു വേർപാടുണ്ടാകണം, ഒരു വിശുദ്ധി ഉണ്ടാകണം. ചുമ്മാ അത് പറഞ്ഞാൽ മാത്രം പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരെ കൂടെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ നിന്റെ ആത്മീക ജീവിതം അതിനു വേണ്ടി നീ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നേ. ചുമ്മാ കുറെ വചനം പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ വർഷാവർഷം കുട്ടി യേശുവിനെ താരാട്ടുപാടി നടക്കാനല്ല നമുക്കൊരു ദൈവ പൈതൽ, അതിന് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വർഷാവർഷം യേശുവിന്റെ കുരിശും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു ദൈവ വൈദ്യന് കഴിയത്തില്ലെന്നേ. ഒരിക്കലായി ജനിച്ചു, ഒരിക്കലായി മരിച്ച്, ഹല്ലേലൂയ, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്, ഹല്ലേലൂയ, തന്റെ ശിഷ്യന്മാരോടൊത്ത് ജീവിച്ച് 40 ദിവസം കഴിഞ്ഞ് തന്റെ ശിഷ്യന്മാരുടെ തലയിൽ കൈവച്ചവരെ അനുഗ്രഹിച്ച്, ഹല്ലേലൂയ, കർത്താവ് ഒരു വാഗ്ദത്തം നൽകിയിട്ടാ കടന്നുപോയത്. ഞാൻ പോകുന്നത് പോലെ വരുമെന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പോകുന്നത് പോലെ തിരികെ വരും, പാപം കൂടാതെ. ഞാൻ മടങ്ങി വരും, ഞാൻ മടങ്ങി വരും. കുഞ്ഞെ, ഒരുങ്ങി കാത്തിരിക്കേ. ഹല്ലേലൂയ. ഇപ്പോ ഞാൻ പലരെയും കാണുന്നത്, ഞാൻ പല ചർച്ചുകാര്, പല ഭാഷക്കാരെയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവരൊക്കെ ഈ വചനങ്ങളൊക്കെ കാണാതെ പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കാൻ കയറിയാലും പ്രാർത്ഥിക്കാൻ കയറിയാലും ആ നക്ഷത്രമൊക്കെ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ വെച്ചിട്ട് അവർ ഇതൊക്കെ കാണിക്കുന്നത് മറ്റുള്ളവർക്ക് തുല്യമല്ലേ? ഞാനതാണ് ചോദിക്കുന്നത്. മറ്റുള്ളവരെ പോലെ തന്നെയല്ലേ? വേർപാട് വേണം ജീവിതത്തിൽ, വിശുദ്ധി ഉണ്ടാവണം ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതൊരു ദൈവദാസിയാണെന്ന് പറയണമെന്നേ. ഹല്ലേലൂയ. ദൈവ പൈതലെ ഇറങ്ങി നമ്മൾ റോഡെ പോകുമ്പോഴും ഒരു വ്യക്തി കണ്ടു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ എവിടെയാ, സിസ്റ്റർ ഏത് ചർച്ചിലാ പോകുന്നത്, അങ്ങനെ ചോദിക്കാൻ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി വേണം നമ്മൾ വരാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഇന്നത്തെ ജനങ്ങളുടെ, ഇന്നത്തെ മക്കളുടെ ഡ്രസ്സിങ്ങിലോ ഹെയർ സ്റ്റൈലിലോ ഒന്നും ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ് ഞാനും ഒക്കെ വന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം അതുപോലെ അത്രമാത്രം അധപ്പതിച്ച ഒരു ലോകം. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, ഒരിക്കലായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് മടങ്ങി വരാൻ പോകുകയാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും ഹല്ലേലൂയ മേഘാരൂഢനായി വരുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും? ഒന്ന് വലതുകരം ഉയർത്തി തന്നെ, യേശുവേ എന്നോടൊപ്പം ഒന്ന് വിളിച്ചാട്ടെ. കർത്താവേ, അങ്ങയുടെ വരവെങ്കിൽ ഞങ്ങൾ എടുത്തുകൊള്ളപ്പെടണപ്പ. ഒന്ന് സമർപ്പിച്ചാട്ടെ ദൈവ പൈതലെ. ഹല്ലേലൂയ. യേശു ഇതുവരെയിലും ജനിച്ചിട്ടില്ലാത്ത ഹൃദയങ്ങളിലേക്ക് ഒന്ന് യേശു ജനിക്കട്ടെന്നേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ട അനേക കാര്യങ്ങൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് എന്താണെന്നറിയാമോ? ഇവിടുത്തെ മുഖ്യമന്ത്രിയാവട്ടെ, ഇവിടുത്തെ ഓരോ രാഷ്ട്രീയക്കാരും, അതായത് ഹിന്ദുക്കളായിട്ടുള്ളവരൊക്കെ പോയി ക്രിസ്ത്യാനികളുടെ സഭയിൽ പോയി അവരുടെ ആ മെയിൻ നിരയിൽ പോയി ഇരുന്നിട്ട് അവരോടൊപ്പം കേക്ക് മുറിക്കുക, ഇവരും അവരെ സൽക്കരിക്കുക, അവരിവരെ സൽക്കരിക്കുക. എന്റെ പൊന്നേ, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു നിന്റെ ഹൃദയത്തിനകത്ത് പിറന്നെങ്കിൽ മാത്രമേ, യേശു നിന്റെ ഹൃദയത്തിനകത്ത് ജനിച്ചെങ്കിൽ മാത്രമേ നിനക്ക് അവരോട് സുവിശേഷം പറയാൻ കഴിയുള്ളൂ, യേശുവിനെ പറ്റി പറയാൻ കഴിയുള്ളൂ. എന്തിന്റെ ക്രിസ്മസാ പിന്നെ? യേശുവിനെ പറ്റി പറയാത്ത ക്രിസ്മസ് എന്ത് ക്രിസ്മസ് ആണ്? ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. ക്രിസ്മസ് ഒരു മിഥ്യ അല്ല, വെറും പാരമ്പര്യമല്ല, അതൊരു സ്വപ്നമല്ല. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, മഹത്തായ യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്. യേശു ജനിച്ചു എന്നത് മഹത്തായ യാഥാർത്ഥ്യം തന്നെയാണ്. എപ്പോഴാ? ഇന്നല്ല കേട്ടോ, ഇല്ല, ഈ നാളെ കഴിഞ്ഞ് ഈ വരുന്ന 25-നല്ല. എന്റെ പ്രിയരെ, യേശു ജനിച്ചത് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഹല്ലേലൂയ, നാം കർത്താവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. The true meaning of Christmas is the celebration of God's ultimate gift, the birth of Jesus Christ. Hallelujah. ദൈവത്തിന്റെ അത്യന്തിക ദാനത്തിന്റെ ആഘോഷം. അതത്രേ ദൈവമക്കളെ യേശു ക്രിസ്തുവിന്റെ ജനനം എന്നത്. ഹല്ലേലൂയ. നമ്മളെ ഈ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാ യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടിയേശുവിനെ നിങ്ങൾ ആരും വന്ദിക്കേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ കർത്താവ് രാജാവായി വരാൻ പോകുക. അത് മറന്നു പോകണ്ട പ്രിയരെ. രാജാവിനെ വരവേൽക്കുവാനാ ഒരു മണവാട്ടി ഒരുങ്ങേണ്ടുന്നത്. ഒരു മണവാട്ടി എങ്ങനെയൊക്കെ ഒരുങ്ങി കാത്തിരിക്കണമെന്നുള്ളത് അതിൽ വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വിളിച്ച് പറയുന്നു. ഈ സമയത്ത് പോയി വീട്ടിൽ വരണേ, ക്രിസ്മസ് ആഘോഷിച്ചു പോകാം. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറയാറുണ്ട്, ബിരിയാണി വാങ്ങിത്തരണേ, അന്നേ ദിവസം കേക്ക് വാങ്ങിത്തരണേ, ഇങ്ങനൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. എന്റെ പ്രിയരെ, നിങ്ങൾ ആർക്ക് വേണേലും എന്ത് വേണേലും വാങ്ങിക്കൊടുത്തോ, പക്ഷേ യേശുവിനെ കുറിച്ചും പറയണം. യേശു ഇല്ലാത്തൊരു ക്രിസ്മസ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തോട് വിളിച്ചറിയിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു സദ്വർത്തമാനം എന്ന് പറയുന്നത് 2025 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരോടും പറയണം ദൈവമക്കളെ. വാട്സപ്പിലാകട്ടെ, മെസ്സഞ്ചറിലാകട്ടെ, ഇൻസ്റ്റാഗ്രാമിലാകട്ടെ, യൂട്യൂബ് ചാനലിലാകട്ടെ, ഏത് സോഷ്യൽ മീഡിയ എടുത്താലും ശരി, നാം പറയേണ്ടത് ഒരു കാര്യം. ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം എന്താ പറയേണ്ടത്? യേശു ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപേ യഹൂദ്യയിലെ ബേത്ലഹേമിൽ നിന്റെയും എന്റെയും പാപത്തിന് പരിഹാരമായി കർത്താവ് ഹല്ലേലൂയ ഈ ലോകത്തിലേക്ക് ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് പറയണം. ഇതാണ് പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. 2 കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട്. കർത്താവായ ക്രിസ്തു രക്ഷിതാവാണ്. ഹല്ലേലൂയ. ആ രക്ഷിതാവ് സകല മനുഷ്യർക്കുമായി ജനിച്ചിരിക്കുന്നു. ഈ 2 കാര്യം പറഞ്ഞുകൂടെ? ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ 2 കാര്യം പറഞ്ഞാൽ ക്രിസ്മസ് ആയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം என்ன செய்யணும்? கிறிஸ்மஸ் என்றால் பிரியாணி சாப்பிடுறதோ, ட்ரெஸ் எடுக்கிறதோ, அது ஒன்றும் கிடையாது. கேக்கு முறிக்க கட் பண்றதோ ஒன்றும் அல்ல. அது ஒன்றும் அல்ல கிறிஸ்மஸ். நாம என்ன செய்யணும்? இது எல்லாத்தையும் கொடுங்க,
கொடுத்துட்டு நம்ம கடைசியாக அவங்களிடம் சொல்ல வேண்டிய 2 காரியங்கள். உங்களுக்காக, உங்க பாவங்களுக்காக, உங்கள பாவங்களை மன்னிப்பதற்காக இயேசு இன்றைக்கு 2025 வருடங்களுக்கு முன்னே யகூதியிலே பெத்லகேமில் அவர் பிறந்தார். மறந்துடாதீங்க, உங்களை ரட்சிப்பதற்காகத்தான். இது சொல்ல மறந்துடாதீங்க. கர்த்தராகி இயேசு உலக மக்களுடைய அவருடைய ரட்சிப்புக்காக இயேசு பிறந்தார். 2 காரியங்களை ஈஸியாக நீங்க சொல்லலாமே. இதை சொல்லித்தான் கிறிஸ்துமஸ் நீங்க செலிப்ரேட் பண்ண வேண்டும். அல்லேலூயா. இது சொல்லாவிட்டால் என்ன கிறிஸ்துமஸ்? சும்மா எங்க ഹോസ്പിറ്റലില് ഞങ്ങളുടെ ഹോസ്പിറ്റലില് പിള്ളേർ എപ്പോഴും വാങ്ങി തരുന്ന ഒരു കാര്യം ചിക്കൻ റൈസ്. ഇവർക്ക് എപ്പോഴും ചിക്കൻ റൈസ് വാങ്ങിക്കഴിക്കുന്നവരാണ്. അന്നേ ദിവസവും കൂടെ അവർ പറഞ്ഞു വെച്ചിരിക്കുക ചിക്കൻ റൈസ് വേണോ. ഇതൊക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ യേശു ജനിച്ചതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയണം. സകല മനുഷ്യർക്കുമായി യേശു ജനിച്ചിരിക്കുന്നു. ഈ സത്യങ്ങളെ അംഗീകരിച്ച് യേശുവിനെ സ്വന്തം രക്ഷകനായി ഏറ്റുകൊണ്ട് യേശുവിനായി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവമക്കളെ ക്രിസ്മസ് പൂർണ്ണമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്മസ് ഓരോ വ്യക്തികളിലും പൂർണ്ണമാകണമെങ്കിൽ നാം യേശുവിനെ സ്വീകരിക്കണം. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കണം. യേശു കർത്താവ് ജനിച്ചത് എനിക്ക് വേണ്ടിയെന്ന് സ്വീകരിക്കുന്നത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് വിളിച്ചു പറയുവാൻ കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് എല്ലാവർക്കും ഇന്നേക്ക് അനേകരും ക്രിസ്മസ് ആഘോഷത്തിലാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, യേശു ഉള്ള ഒരു ക്രിസ്മസ് ആണോ നിങ്ങൾ ആഘോഷിക്കുന്നത്? അതോ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ക്രിസ്മസ് ആണോ? ഞാൻ പല വർഷങ്ങൾക്ക് മുൻപ് കണ്ട ഒരു കാര്യം, ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് നാട്ടിൽ പ്രിയരെ ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. ആ കള്ള് ഷാപ്പ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കള്ള് ഷാപ്പ്. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, ആ കള്ള് ഷാപ്പ് മാറി അവിടെ ഒരു നല്ല ആലയം പണിഞ്ഞു വെച്ചിരിക്കുന്നു. അനേകർ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വലിയ ആരാധനാലയമായി മാറുന്നത് എനിക്ക് കാണുവാൻ കഴിയും. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പ്രിയ ദൈവ പൈതലെ, ഇത്തരണത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, അക്രൈസ്തവരായിട്ടുള്ള ജനങ്ങളോട് യേശുവിനെ പറ്റി പറയണം. അനേക ഇടങ്ങളിൽ എതിർപ്പുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടും. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് പ്രിയരെ ഒരു യഥാർത്ഥ ദൈവ പൈതൽ. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യുവാൻ സ്വർഗം നമുക്ക് കൃപ തന്ന് മാനിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണെങ്കിൽ മരിക്കുന്നത് ലാഭമാണ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയരേ, ഹല്ലേലൂയ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഉള്ള യോഗ്യത എന്താണ്? യോഗ്യത യേശുവിനെ പറ്റി പറയാത്തവർക്ക് ഒരു അർഹതയും ഇല്ല. ക്രിസ്മസ് കൊണ്ടാടുവാനുള്ള ഒരു അർഹതയും ഇല്ല എന്നത് ഞാൻ വളരെ വ്യക്തതയോടെ വിളിച്ചു പറയുക. യേശുവിനെ പറ്റി പറയണം. യേശു ആരാണെന്ന് പറയണം. യേശുവിന്റെ ജനനം പറയണം. യേശുവിന്റെ മരണം പറയണം. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പറയണം. യേശുവിന്റെ സ്വർഗാരോഹണം പറയണം. യേശുവിന്റെ വരവിനെ കുറിച്ചും പറയണം. ഇതാണ് ഒരു ദൈവ പൈതൽ പറയേണ്ടുന്ന കാര്യങ്ങൾ. യേശുവിനെ അനുഗമിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും എന്നും എപ്പോഴും എല്ലാ ദിവസവും ക്രിസ്മസ് തന്നെയാ. പ്രൈസ് ദി ലോർഡ്. അത് അനുഭവിക്കുകയും സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യട്ടെ. അതിനോടൊപ്പം സമാധാനം നമുക്ക് നൽകുമാറാകട്ടെ. അതിനായി നമുക്ക് ഈ നാളുകളായി പ്രാർത്ഥിക്കാം. യേശുവിന്റെ ജനനത്തെങ്കിലുണ്ടായ ആ മഹാ സന്തോഷം പ്രിയരെ, ആ സമാധാനം നമ്മുടെ ജീവിതത്തിനകത്തും ഉണ്ടാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരിക്കലായി യേശു ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പ്രിയരെ സ്വർഗാരോഹണം ചെയ്തു. വീണ്ടും കർത്താവ് കടന്നു വരാൻ പോകുക തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. രാജാവായി വരാൻ പോകുന്ന യേശുവിനെ ഹല്ലേലൂയ നമുക്ക് മണവാട്ടിയാകുന്ന സഭയാകുന്ന നാം ഓരോരുത്തരും ആ മണവാളനെ വരവേൽക്കുവാൻ വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാമെന്ന പ്രത്യാശയോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. സ്വർഗം നമ്മളെ എല്ലാവരെയും സഹായിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവമക്കളെ, കടന്ന 1-2 നിമിഷങ്ങൾ കൂടെ കടന്ന ഒരു வருடம் മുഴുവനും കർത്തർ നമ്മെ കണ്ണിൻ കൺമണി പോലെ പാതുകാത്താർ. இந்த வருடத்தில்
கர்த்தர் நம்மோடு கூட இருந்தார். புது வருடம் நமக்கு ஆசீர்வாதமாக அமையட்டும். அதற்காகவே கர்த்தருடைய சமூகத்தில் நம்ம அர்ப்பணிக்கலாமா? நிச்சயமாகவே அவர் நம்மை கண்மணி போல பாதுகாத்தார், வழிநடத்தி கொண்டு வந்தார். கஷ்டங்கள், பிரச்சனைகள், துன்பங்கள், துயரங்கள், ஏராளமான பிரச்சனைகள் நம்ம வாழ்க்கையில் வந்தபோது எல்லாம் ஆண்டவர் நம்மோடு கூட இருந்தார். மகனே, மகளே, நான் உன்னோடு கூட இருக்கிறேன், நான் உன்னோடு கூட இருக்கிறேன், நீ கவலைப்படாதே, ஒன்றுக்கு நீ கவலைப்படாமல் இரு, நான் உன்னோடு கூட இருக்கிறேன் என்று ஆண்டவர் வாக்குத்தத்தம் சொன்ன தேவன். ஹல்லேலூயா. அவர் வாக்களித்த தேவன். அவர் நல்லவராக இருக்கிறார், வல்லவராக இருக்கிறார், ராஜாதி ராஜாவாக வரப்போகிறார். அவரை வரவேற்கும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். ஒருவேளை இந்த வருடம் முடிவதற்கு முன்பதாக உங்களோட பேச டைம் கிடைக்குமோ என்பது எனக்கு தெரியாது. ஆனா இல்லை என்றால் புது வருடத்தில் உங்களை நான் சந்திப்பேன். ஆனபடினாலே கடந்த ஒரு வருடம் முழுவதும் கர்த்தர் நம்மளை பாதுகாத்தார். நமக்கு ஒரு தமிழ் பாடல் ஒன்று பாடி நமக்கு ஜெபத்தோடு நமக்கு கர்த்தர் சமூகத்தில் அமர்ந்திருப்போம். கர்த்தர் அனைவரும் ஆசீர்வதிப்பாராக. பிரைஸ் தி லார்ட். ஒரு நன்றி கூட சொல்லணும். ரோஸ் ஃபேமிலியுடைய வாட்ஸ்அப் குரூப்ல இருக்கின்றதான அனைத்து என்னுடைய நல்ல உள்ளங்களுக்கும் என்னோட மனமார்ந்த நன்றி தெரிவிக்கிறேன். 12 வருடமாக நீங்கள் என்னோடு கூட இருந்தீங்க. என்னுடைய எல்லா கஷ்டத்திலும், துக்கத்திலும், எல்லா பிரச்சனைகளிலும் நீங்களும் என்னோடு கூட இருந்தீங்க. உங்களுக்கு என்னுடைய மனமார்ந்த நன்றி நான் தெரிவிக்கிறேன். கர்த்தருடைய வருகை சமீபமாய் நிற்கும் பொழுது ஒவ்வொரு நிமிடமும் அவருடைய வருகைக்காக ஆயத்தமாயிருங்கள், ஆயத்தமாயிருங்கள் பிரியமானவர்களே. கைவிடப்பட்டு போகாதபடி, தள்ளப்பட்டு போகாதபடி கர்த்தர் ஹல்லேலூயா அவர் நம்மோடு கூட இருக்கிறார் என்பதை அறிந்து கொண்ட நாட்களாக கர்த்தருடைய சமூகத்தில் நம்மையே அர்ப்பணிக்கலாமா? கர்த்தர் அனைவரையும் ஆசீர்வதிப்பாராக. ஒரு பாடலை பாடி நமக்கு கர்த்தரை மகிமைப்படுத்துவோம். பிரைஸ் தி லார்ட். കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവനും കർത്താവിന്റെ സ്നേഹവും കരുതലും ഒക്കെ നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു പ്രിയരെ. കടം കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഹോസ്പിറ്റൽ ചെലവുകൾ, ഒരുപാട് വീട്ടുവാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ട സമയങ്ങൾ, ഫൈനാൻഷ്യലി സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിയ സമയങ്ങൾ ഒക്കെ നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. പ്രാർത്ഥനയായി, സഭയായി, നമ്മൾ ഗ്രൂപ്പായി ചേർന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ സഹോദരങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി തന്നു. ജീസസ് ഹല്ലേലൂയ. കർത്താവിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ദൈവമക്കളെ. റോസ് ഫാമിലിയുടെ ആപ്തവാക്യം പ്രാർത്ഥന വിജയത്തിന്റെ രഹസ്യമാണ്. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. എന്റെ അഡ്മിന്മാർ ഉള്ളവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. പ്രാർത്ഥന. ഹല്ലേലൂയ. അതെ പ്രിയരെ, ആ പ്രാർത്ഥന ഇല്ലാതെ പോയാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും പറയുവാനില്ല. ആകെ നമുക്കൊരു പാട്ട് പാടി നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വർഷത്തെ നന്മയിനാ മുടിസൂട്ടി മകിழ்ந்தீரே, പാതികൾ മെയ്യായി പൊഴിந்தீரே, എല്ലാ വാതികൾ നീക്കി മകിழ்ந்தீரே. ആമേൻ, ആമേൻ, ആമേൻ. ആറുതലേ ആരുയിരേ, ആയുളെല്ലാമേ കാപ്പവരേ, ആറുതലേ ആരുയിരേ, ആയുളെല്ലാമേ കാപ്പവരേ, ഒരു കുറവില്ലാமல் കാത്തു വந்தீரே, കോടി സ്തോത്രമേ. എന്നെ അതിശയமாக നടത്തി വந்தீரே, 1000 സ്തോത്രമേ, 10,000 സ്തോത്രമേ. എൻ മുന്നേ சென்றீரே, பயணத்தை காத்தீரே, என் முன்னே சென்றீரே, பயணத்தை காத்தீரே, மகிமையால் மூடிக்கொண்டீரே, என் குடும்பத்தை காத்து வந்தீரே, மகிமையால் மூடிக்கொண்டீரே, என் குடும்பத்தை காத்து வந்தீரே.
ஆயுளெல்லாம் அம்மே காப்பவரே, ஆறுதலே ஆருயிரே, ஆயுளெல்லாம் அம்மே காப்பவரே, ஒரு குறைவில்லாமல் காத்து வந்தீரே, கோடி ஸ்தோத்திரமே. என்னை அதிசயமாக நடத்தி வந்தீரே, 1000 ஸ்தோத்திரமே, 10000 ஸ்தோத்திரமே. என் விளக்கே ஏற்றினீரே, இருளை அகற்றினீரே, எதிரியின் கண்கள் முன்பாக என் தலையே நிமிரச் செய்தீரே, எதிரியின் கண்கள் முன்பாக என் தலையே நிமிரச் செய்தீரே, ஆறுதலே ஆருயிரே, ஆயுளெல்லாம் அம்மே காப்பவரே, ஆறுதலே ஆருயிரே, ஆயுளெல்லாம் அம்மே காப்பவரே, ஒரு குறைவில்லாமல் காத்து வந்தீரே, கோடி ஸ்தோத்திரமே. என்னை அதிசயமாக நடத்தி வந்தீரே, 1000 ஸ்தோத்திரமே, 10000 ஸ்தோத்திரமே. பிரியமானவர்களே, ஆண்டவர் நம்மளை எப்படி அவருடைய உள்ளங்கைகளினாலே என்னை வரைந்து வைத்தீரே என்று வேதம் சொல்லுகிறது. அவருடைய உள்ளங்கையில் நம்மை தாங்கி நிறுத்துகிற தேவன். Praise the Lord. Hallelujah. பாடுவோம், அந்த கடைசி சரணம் கூட பாடி நம்ம செபிப்போம். கர்த்தர் ஆசீர்வதிப்பார். உள்ளம் கைகளிலே என்னை வரைந்து வைத்தீரே, உள்ளம் கைகளிலே என்னை வரைந்து வைத்தீரே. அப்பா, எவ்வளவோ பிரச்சனைகள் வந்து, எத்தனையோ பிரச்சனைகள் தலைக்கு மேல நிம்மதி இல்லாமல் இருந்த எத்தனையோ சந்தர்ப்பங்கள், ஆண்டவரே நீர் எங்களோடு கூட இருந்து எங்களை உம்முடைய உள்ளங்கையில் எங்களை வரைந்தீரே. ஆண்டவரே உமக்கு நன்றி அப்பா. எத்தனை நன்றி சொன்னாலும் பத்தாதுப்பா. கோடானு கோடி நன்றி, கோடானு கோடி நன்றி. ஹல்லேலூயா. உள்ளம் கைகளிலே என்னை வரைந்து வைத்தீரே, நீரே என் தாசன் என்றீரே, உன்னை எப்படி மறப்பேன் என்றீரே, ஆறுதலே ஆருயிரே, ஆயுளெல்லாம் அம்மே காப்பவரே, ஆறுதலே ஆருயிரே, ஆயுளெல்லாம் அம்மே காப்பவரே, ஒரு குறைவில்லாமல் காத்து வந்தீரே, கோடி ஸ்தோத்திரமே. என்னை அதிசயமாக நடத்தி வந்தீரே, 1000 ஸ்தோத்திரமே, 10000 ஸ்தோத்திரமே. Praise the Lord. கர்த்தருக்குள் பிரியமானவர்களே, ஒரு நன்றி சொல்லி ஆகணும். இந்த வருடம் நமக்கு அநேக லைவுகள் இருந்தது. அந்த லைவில் என்னோடு கூட ஈரோடிலிருந்து அருமையான சகோதரி சிஸ்டர் சாச்சியம்மா சிஸ்டர், அருமையான சகோதரி என்னுடைய மக வினிஷா, 2 பேரும் அநேகம் லைவுகள் அவங்க தவறாமல் வந்து கொண்டிருந்ததை நான் பார்த்தோம். உங்களுக்கும் என்னோட மனமார்ந்த நன்றி நான் தெரிவிக்கிறேன். ஸோ கர்த்தரோட வருகை சமீபமாக இருக்கிறது, ஆயத்தமாயிருங்க. பிரைஸ் தி லார்ட். எல்லாம் பிரியப்பட்டவர், ஒரு நிமிஷம் தான் கண்ணுகளை அடைக்க நமக்கு பிரார்த்திക്കാം. மகா பரிசுத்தராய தெய்வமே, சொர்க்கிய பிதாவே, நல்ல தெய்வமே, கர்த்தாவே, அப்பா
ഈ വൈകിയ വേളയ്ക്കായി ഞങ്ങൾ നന്ദിയോടുകൂടി അങ്ങേ സ്തുതിക്കുന്നു. 12 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയെ വീണ്ടും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിന്നെയും അനേകം ആത്മാക്കളെ നേടുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്താട്ടെ. ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ പേജ് അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ 2 ഗ്രൂപ്പുകൾ അനുഗ്രഹിക്കപ്പെടണം, വാട്സപ്പ് കൂട്ടായ്മകൾ 2 ഞങ്ങളെ അനുഗ്രഹിക്കപ്പെടണം. ഇതൊക്കെ ആയിരിക്കും ദൈവമക്കൾക്കായി സ്തോത്രം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ 2 അനുഗ്രഹിക്കപ്പെടണം. ശുശ്രൂഷകരുടെ മേൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. ഇവിടേക്ക് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ, രക്തം കൊണ്ട് കഴുകി മുദ്രയിട്ടാട്ടെ. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ അപ്പ. സകല നന്മകളെ കൊണ്ട് നിറച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓൺലൈനിൽ ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ നമ്പറുകൾ നിങ്ങളിവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഈ മെസ്സേജിന് കമന്റ് ബോക്സിൽ ഇട്ടാലും ശരി, എൻ്റെ നമ്പർ ഇതിന് മുകളിലുണ്ട്. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കും നിങ്ങളതും പറയാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സഹോദരങ്ങൾ, നല്ല ഉള്ളമുള്ള നല്ല സഹോദരങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നല്ല അഡ്മിന്മാരുണ്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല സഹോദരങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ കടന്നു വരിക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, അതുപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് 5 മണിക്ക് നമ്മുടെ റോസ് ഫാമിലിയുടെ FB പേജിൽ നമുക്ക് ലൈവുകൾ നടക്കുന്നു. അനേക ദൈവദാസിമാർ ഇപ്പോഴും ശുശ്രൂഷകൾ ചെയ്തു വരുന്ന ഒരു പേജാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ പ്രിയരെ നമുക്ക് അനേകം ഷോർട്ട് മെസ്സേജസ് തമിഴിലും മലയാളത്തിലും നിങ്ങൾക്ക് ലഭ്യമാണ്. ആശ്വാസപ്രദമായ വചനം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. കടന്നു വരിക ദൈവമക്കളെ. എല്ലാവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. കർത്താവിന് ഹിതമെങ്കിൽ ഞാൻ മറുപടിയും നമ്മുടെ പേജിൽ കടന്നു വരുന്നതായിരിക്കും. അതുവരെയിലും കർത്താവ് എല്ലാവരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിക്കട്ടെ. കർത്താവിന്റെ വരവെങ്കിൽ എല്ലാവർക്കും നമുക്ക് എന്താ ചെയ്യുക, എല്ലാവരും ഒരുങ്ങി കാത്തിരിക്കണം ദൈവങ്ങളെ. ആരും തള്ളപ്പെട്ടു പോകരുത്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലസ് യു ഓൾ.